എന്താണ് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഇവിടെ നിന്ന് ലഭിക്കാനില്ല. നാം ആവട്ടെ ഇവിടെ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനും വന്നതല്ല, മറിച്ച് നമ്മെപ്പോലെ ജീവിക്കുന്ന സഹജീവികളായ ഏതാനും മനുഷ്യർക്ക് ജീവിതത്തിൽ വീടെന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഏതാനും സഹോദരങ്ങൾക്ക് പ്രതീക്ഷയുടെ, സ്വാന്തനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മേൽക്കൂര സമ്മാനിക്കാൻ കഴിയുന്ന സന്തോഷകരമായ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ പോകുന്നു എന്നതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ബാധ്യതയാണ്, നമുക്ക് ഈ സമൂഹത്തോടുള്ള കടപ്പാടാണ്. അത് നിർവഹിക്കുന്നിടത്താണ് മനുഷ്യനാകുന്നത്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരുത്തനല്ല, മറിച്ച് ഒരുപാട് ആളുകളുടെ അധ്വാനത്തിലൂടെയും ഒരുപാട് ആളുകളുടെ പരിശ്രമത്തിലൂടെയും പൂർവികന്മാരായ ഒരുപാട് ആളുകൾ വിയർപ്പൊഴുക്കി രൂപപ്പെടുത്തിയെടുത്ത സംവിധാനങ്ങളിലൂടെയും കിളിർത്ത് അല്ലെങ്കിൽ തളിർത്ത് വന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം. പലപ്പോഴും മനുഷ്യർ അത് മറന്നു പോകുമ്പോഴാണ് അവൻ സാമൂഹ്യ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടുന്നത്, സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഒരുപാട് കാലം സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ, പിന്നീട് അവൻ്റെ ആഹാരം ഉമ്മയുടെ മാറിടത്തിൽ, ജനിച്ചു വീണു കഴിഞ്ഞാൽ പിന്നീട് സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ സ്നേഹവാത്സല്യത്തിൽ, അച്ഛൻ്റെ ഉപ്പയുടെ അധ്വാനത്തിൽ, അത് കഴിഞ്ഞാൽ ചുറ്റും ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ കൈത്താങ്ങിൽ, സമൂഹത്തിൻ്റെ കൈത്താങ്ങിൽ, പഠിക്കുന്ന വിദ്യാലയം തൊട്ട് അവൻ ആരോഗ്യപരമായ പരിചരണത്തിന് അവലംബിക്കുന്ന ആരോഗ്യ കേന്ദ്രം തൊട്ട് അവൻ നടന്നു നീങ്ങുന്ന പൊതുവഴി തൊട്ട് ഒന്നും അവൻ്റേതല്ല. അവന് വേണ്ടി ഒരു ജനത, ഒരു സമൂഹം രൂപപ്പെടുത്തിയെടുത്ത സംവിധാനങ്ങളും സന്നാഹങ്ങളുമാണ്. അതുകൊണ്ട് മനുഷ്യൻ വളർന്നത് നിരവധി പേരുടെ വിയർപ്പിലാണ്, അധ്വാനത്തിലാണ്. ആ തിരിച്ചറിവാണ്, ആ ബോധമാണ്. അത് മനുഷ്യനുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു പക്ഷേ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ കർമ്മങ്ങൾക്കാണ് നാം സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുക. അത് നിർവഹിക്കുന്നിടത്താണ് മനുഷ്യനായി മാറുക. അത്തരം കടപ്പാടുകളുടെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ പീപ്പിൾസ് ഫൗണ്ടേഷനിലൂടെ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ 11 വീടുകളുടെ ഗുണഭോക്താക്കളായ സുഹൃത്തുക്കളുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. പീപ്പിൾസ് ഫൗണ്ടേഷന് നിർബന്ധ ബുദ്ധിയുണ്ട്. ഒരിക്കലും നാം നൽകുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ ബാധ്യതാ നിർവഹണത്തിൻ്റെ ഗുണഭോക്താക്കളെ സമൂഹ മധ്യേ വെച്ച് അപമാനിക്കരുത് എന്ന്. അതുകൊണ്ടാണ് അവരെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളിലൂടെ പ്രതീകാത്മകമായി ഇത്തരം ചടങ്ങുകൾ പീപ്പിൾസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്നത്. എൻ്റെ ശബ്ദം അവർ കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ അഭിമാനപൂർവ്വമാണ് ആ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. കാരണം അത് ആരുടെയും ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. ഈ സൊസൈറ്റി നിങ്ങൾക്ക് നൽകേണ്ടുന്ന, നിങ്ങൾക്ക് പിടിച്ചു വാങ്ങേണ്ടുന്ന അവകാശമാണ്. പലപ്പോഴും ചരിത്രപരമായ കാരണങ്ങളാലോ നമ്മുടെ സമ്പദ്ഘടനയിലുള്ള വിതരണത്തിൻ്റെ അസന്തുലിതത്വം കാരണങ്ങളാലോ ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ അടിയാറുകളായ മനുഷ്യർക്കിടയിലുള്ള സമത്വത്തിൻ്റെ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങളാലോ നിങ്ങൾ എത്തേണ്ടിടത്ത് നിങ്ങൾ എത്തിയിട്ടില്ല, നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവിടെയാണ് മനുഷ്യർ അവരുടെ കടപ്പാട് നിർവഹിക്കുന്നതിലൂടെ അത് എത്തിച്ച് നൽകുന്നത്. നമ്മുടെ നാട് അങ്ങനെയാണ് വളർന്നത്, നമ്മുടെ നാട് അങ്ങനെയാണ് ഇവിടെ എത്തിയത്. നമ്മുടെ നാടിൻ്റെ ഒരുപാട് നാട്ടുപേരുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീടുകളുടെ ഒരുപാട് വീട്ടുപേരുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടുപേരുകളും വീട്ടുപേരുകളും ഇത്തരം കടപ്പാടുകളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന പേരുകളാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കങ്ങനെ കാണാം. അത്താണി എന്ന് പറയുന്ന ഒരുപാട് ഗ്രാമങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത്താണി ഒരു നാടിൻ്റെ പേരാണ്. ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഒരുപാട് ദൂരങ്ങൾ ചുമടെടുത്ത് നടക്കുന്ന ആളുകൾക്ക് ഒരു കാലത്ത്, വാഹനങ്ങളില്ലാത്ത ഒരു കാലത്ത് അവരുടെ ചുമടൊന്ന് താങ്ങി വെക്കാൻ റോഡരികിൽ അവർക്ക് വേണ്ടി സൗകര്യമൊരുക്കിയിരുന്ന സംവിധാനത്തിനാണ് അത്താണി എന്ന് പറയുന്നത്. പരോപകാരത്തിൻ്റെ പ്രതീകമാണ് അത്താണി. പിന്നീട് ആ നാടിൻ്റെ പേരായിട്ട് അത്താണി മാറും. 2 അത്താണി എന്ന് കേൾക്കാറുണ്ട്. മലപ്പുറത്ത് 2 അത്താണിയുണ്ട്. അവിടെ 2 അത്താണി ഉണ്ടാകും. കഞ്ഞിപ്പുര നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പരസ്യമായ ആളുകൾക്ക്, യാത്രക്കാർക്ക്, നിർധനർക്ക് പലപ്പോഴും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ കൊച്ചു കൂരക്ക് പറയുന്ന പേരാണ് കഞ്ഞിപ്പുര. അങ്ങനെയുള്ള ഒരുപാട് തണ്ണീർ പന്തൽ ഒരു നാടിൻ്റെ പേരാണ്.
ആ തണ്ണീർപ്പന്തലിനെ കുറിച്ച് നാം ഇവിടെ അഭിപ്രായക്കുമ്പോൾ കുടിവെള്ളത്തിന് പോലും വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാലത്ത് സമൂഹത്തിന് അത്താണിയായ, രണ്ടത്താണിയായ, കഞ്ഞിപ്പുരയായ മനുഷ്യ ജീവിതത്തിൽ അവർക്കൊരിക്കലും, നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ, മനുഷ്യ ജീവിതത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും നിരാശയ്ക്ക് യാതൊരു വകയുമില്ല. മറിച്ച് മനുഷ്യ സമൂഹത്തിൽ പലപ്പോഴായി സമൂഹത്തിൻ്റെ കൈത്താങ്ങായി മാറിയ ഇത്തരം മൂല്യങ്ങളുടെ സമകാലിക ആവിഷ്കാരമാണ് പീപ്പിൾസ് വില്ലേജ് എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല സ്വഭാവത്തിൽ നമുക്കതിനെ ആവിഷ്കരിക്കാം, ആളുകൾക്ക് ഉപകാരം നൽകുന്നതായിട്ട്. തീർച്ചയായിട്ടും ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വായിക്കുമ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് മനുഷ്യൻ എന്ന ഒരൊറ്റ പരിഗണനയല്ലാതെ മറ്റു ഭേദങ്ങളില്ല. സുഹൃത്തുക്കളെ, വേദങ്ങൾ എന്തിനാണ്, ദർശനങ്ങൾ എന്തിനാണ്, തത്വശാസ്ത്രങ്ങൾ എന്തിനാണ് എന്ന ചോദ്യത്തിന് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും അവന് ജീവിതത്തിൽ വഴി കാണിച്ചു കൊടുക്കാനും അവൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകുവാനും വേണ്ടിയാണല്ലോ. ആ വെളിച്ചത്തിൻ്റെ ഭാഗമാണ് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം ഒരുപാട് പ്രചോദനങ്ങളിൽ നിന്നുകൂടി രൂപപ്പെട്ടു വന്നതാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചൈനീസ് കഥയുണ്ട്, പലപ്പോഴും പറയാറുള്ള രണ്ട് സഹോദരങ്ങളുടെ കഥയാണ്. അതാണ് മനുഷ്യൻ. രണ്ട് സഹോദരങ്ങൾ, ഒരു കർഷകൻ്റെ രണ്ട് മക്കളാണ്, ജ്യേഷ്ഠനും അനിയനും. ഒരാൾക്ക് മക്കളില്ല, ഒരാൾക്ക് മക്കളുണ്ട്. അച്ഛൻ ഭരിക്കുമ്പോൾ രണ്ടു പേർക്കായിട്ട് ധാന്യപ്പുരകൾ വീതം വെച്ചു കൊടുത്തു. ഒന്നാമത്തെ മകനും മൂത്ത മകനും അതുപോലെ തന്നെ രണ്ടാമത്തെ മകനും തുല്യമായ അളവിലാണ് ധാന്യപ്പുരകൾ വീതം വെച്ചു കൊടുത്തത്. ഒന്നാമത്തെ മകന് മക്കളില്ല, രണ്ടാമത്തെ മകന് മക്കളുണ്ട്. രാത്രിയായാൽ ചെറിയ മകൻ ആലോചിക്കും, ചേട്ടനും ചേട്ടത്തിക്കും, അല്ലെങ്കിൽ ചേട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കളില്ല. അവർ ജീവിത സായാഹ്നത്തിൽ ഒരുപാട് പ്രയാസപ്പെടാം, എനിക്ക് സഹായിക്കാൻ മക്കളുണ്ട്. അതുകൊണ്ട് അച്ഛൻ വീതം വെച്ച് തന്നത് തുല്യമായി ഭാഗിച്ചു തന്നതാണെങ്കിലും ചേട്ടൻ എന്തെങ്കിലും അധികമായി കിട്ടിയേ പറ്റോ. രാത്രി ചേട്ടൻ ഉറങ്ങി എന്നുറപ്പായാൽ തൻ്റെ ധാന്യപ്പുരയിൽ നിന്ന് ചാക്കെടുത്ത് തൻ്റെ ചേട്ടൻ്റെ ധാന്യപ്പുരയിലേക്ക് ചുമന്നു കൊണ്ടുപോയി വെക്കും അനുജൻ. അതേപോലെ തന്നെ ചേട്ടൻ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് മക്കളൊന്നുമില്ല, ഞാൻ എന്തിനാണ് ഇത്രയും ധാന്യം സൂക്ഷിച്ചു വെക്കുന്നത്, അനുജന് മക്കളുണ്ട്, അവരുടെ ഉപജീവനമുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സഹായിക്കേണ്ടത് അവനെയാണ് എന്ന് വിചാരിച്ച് അനുജനെ മാത്രം മനസ്സിൽ കണ്ട് പാതിരാവായാൽ അനുജൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വന്നാൽ ചേട്ടനും ഇതേ പണി ചെയ്യും. ഇത് തുടർന്നു. ഒരു രാത്രി ആകസ്മികമായി രണ്ടുപേരും ധാന്യ ചാക്കുമായി പരസ്പരം കണ്ടുമുട്ടി. മുഖത്തോട് മുഖം നോക്കി, കണ്ണുകളിൽ ഈറനണിഞ്ഞു, രണ്ടുപേരും പരസ്പരം വാരിപ്പുടർന്നു. ഇതാണ് സാഹോദര്യം, ഇതാണ് മനുഷ്യത്വം. ഈ മനുഷ്യത്വമാണ് സമകാലിക സമൂഹത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ പരിതപിക്കുന്ന സ്വഭാവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈസോപ്പിൻ്റെ കഥയിലെ നായയെപ്പോലെ വിശന്നു വലഞ്ഞ നായക്ക് ഒരു എല്ലിൻ കഷ്ണം കിട്ടി. ആ എല്ലിൻ കഷ്ണം വിശന്ന ആ നായ കടിച്ച് ആവേശപൂർവ്വം ഒരു നദിയുടെ മുകളിലുള്ള പാലത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് താഴേക്ക് നോക്കിയത്. താഴേക്ക് അതാ പുഴയിലും അതേപോലെ ഒരു നായ അതേപോലെ ഒരു എല്ലിൻ കഷ്ണം കടിച്ച് തന്നെ നോക്കി നിൽക്കുന്നു. നായക്ക് സഹിച്ചില്ല, ആർത്തി ക്ഷമിക്കാൻ പറ്റിയില്ല. കണ്ട ഉടനെ ആ നായക്ക് നേരെ തിരിഞ്ഞു കുരച്ചു. അതിൻ്റെ വായിലുള്ള എല്ലിൻ കഷ്ണം പുഴയിലേക്ക് വീണു. ആർത്തിമൂത്ത ആധുനിക മനുഷ്യൻ്റെ മറ്റൊരു ഉപമ എന്ന് പറയുന്നത് ഈസോപ്പിൻ്റെ കഥയിലെ നായ തന്നെയാണ്. നാം ആരാണ് എന്നുള്ളത് ചോദ്യമാണ്. നേരത്തെ സൂചിപ്പിച്ച സഹോദരന്മാരുടെ സാമൂഹ്യ ബാധ്യതകളുടെ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. വീടെന്നത് സ്വപ്നം കാണാൻ കഴിയാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിൽ. വീടെന്നത് സ്വപ്നം കാണാൻ കഴിയാത്ത, ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ, വെയിലും മഴയും ഏൽക്കാതെ നമുക്കൊന്ന് ഇരിക്കാൻ, മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവർക്ക് അവരുടെ പുസ്തകം ഒന്ന് നിവർത്തി വെച്ച് വായിക്കാൻ, കാറ്റും കോളും നിറഞ്ഞ അതുപോലെ തന്നെ ഇടിവെട്ടി മഴ പെയ്യുന്ന ഘട്ടത്തിൽ മക്കൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ ഒരു മേൽക്കൂര എന്നത് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് നാട്ടിലെന്ന് നിങ്ങൾ അറിയണം. ലക്ഷങ്ങളുണ്ട്. കേരളം പ്രബുദ്ധമായ കേരളത്തിൽ, വളരുന്ന കേരളത്തിൽ, അതുപോലെ തന്നെ ഒരുപാട് വികാസം നേടിയ കേരളത്തിൽ നമ്മുടെ കണ്ണെത്തേണ്ടുന്ന, നമ്മുടെ കാതെത്തേണ്ടുന്ന, നമ്മുടെ കരസ്പർശമേൽക്കേണ്ടുന്ന, നമ്മുടെ സ്നേഹസ്പർശം ലഭിക്കേണ്ടുന്ന, ഒരു പക്ഷേ എൻ്റെ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന, നിങ്ങളുടെ കുട്ടിയെ കൂടെ പഠിക്കുന്ന, നിങ്ങളുടെ അച്ഛൻ്റെ പ്രായമുള്ള, നിങ്ങളുടെ അമ്മയുടെ പ്രായമുള്ള, ചുമച്ച് നേരം പുലരുന്നതുവരെ അന്തി ഉറങ്ങാൻ പോലും ഒരു മര്യാദക്ക് സൗകര്യമില്ലാത്ത
ഒരുപാട് മനുഷ്യർ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങുക? എങ്ങനെയാണ് നിങ്ങൾ സുഖസുഷുപ്തിയിലാണ്ട് മതിമറന്ന് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയുക? നിങ്ങളുടെ സ്വപ്നം അവർക്ക് കൂടിയുള്ള മേൽക്കൂരയിൽ എത്തിപ്പെടുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും നല്ല ദൈവബോധമുള്ള മനുഷ്യരായി മാറുക എന്നുണർത്തുവാൻ ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിലേക്കുള്ള വഴി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിലേക്കുള്ള വഴി നിങ്ങൾ ആരും ധരിച്ചു പോകരുത് പള്ളിയാണ്. ദൈവത്തിലേക്കുള്ള വഴി നിങ്ങൾ ആരും ധരിച്ചു പോകരുത് ക്ഷേത്രമാണ്, ചർച്ചാണ്, അതുപോലെയുള്ള ആരാധനാ കേന്ദ്രങ്ങളാണ് എന്ന്. ദൈവത്തിൻ്റെ സൃഷ്ടിചരാചരങ്ങൾ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ നാലറ്റം മുട്ടിക്കാൻ അവർ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവരോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾ സന്നദ്ധമാകുമോ അവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയുക എന്ന പ്രവാചക വചനം വരെ നമ്മുടെ മുമ്പിൽ ധാരാളമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. തീർച്ചയായും അത്തരം വഴിത്താരകൾ വെട്ടിത്തെളിയിക്കുകയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. അത്തരം ജനങ്ങളിലേക്കുള്ള സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും അതുപോലെ തന്നെ സഹജീവി പരിഗണനയുടെയും പുതുവഴികൾ വെട്ടിത്തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വീടെന്നിടത്തല്ല, ഒരു നല്ല സൗകര്യപ്രദമായ ഐശ്വര്യപൂർണമായ ജീവിതം മനുഷ്യർക്ക് സമ്മാനിക്കാൻ നമ്മുടെ ഒരു ഭരണകൂടം, ഏത് ഭരണകൂടം എന്നുള്ളതല്ല, സർക്കാരിൻ്റെ പരിധിയിൽ മാത്രം പെട്ടതല്ല എന്നല്ല. സർക്കാരല്ലല്ലോ, സർക്കാർ എന്ന് പറയുന്നതിൻ്റെ എല്ലാ ബാധ്യതകളും ഉള്ളതോടൊപ്പം തന്നെ വ്യക്തി എന്ന അർത്ഥത്തിൽ എനിക്ക് സഹജീവിയോടുള്ള ബാധ്യത ഞാൻ തന്നെ നിർവഹിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അയൽക്കാരനെ നോക്കാൻ, തൻ്റെ സഹജീവിയെ നോക്കാൻ എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ട മക്കയിലുള്ള 13 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകനോട് ദൈവത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതോടൊപ്പമോ അതിനേക്കാൾ കൂടുതലായിട്ടോ പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവരെ കുറിച്ചാണ്, അനാഥകളെ കുറിച്ചാണ്, വിധവകളെ കുറിച്ചാണ്, അഗതികളെ കുറിച്ചാണ്, പാഴ്ചേറിയിൽ അമർന്നു കിടക്കുന്ന ജനവിഭാഗത്തെ കുറിച്ചാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവരോടൊപ്പം നിന്ന് ആണ് നാം ദൈവത്തിലേക്കുള്ള വഴി യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് അരജീവിതങ്ങൾ, പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരുപാട് ജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി അതിൽ കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റെവിടെ നിന്നും കിട്ടുക സാധ്യമല്ല. ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷമുണ്ടല്ലോ, ഈ സംതൃപ്തി ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഇതിനേക്കാൾ വലിയ പരിപാടിയിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സന്തോഷം ആ കൊച്ചു വീടുകൾ കാണുമ്പോഴുള്ള സന്തോഷമാണ്. അതിൻ്റെ മുറ്റത്ത് കളിക്കുന്ന കൊച്ചുകുട്ടിയുടെ മുഖത്ത് കാണുമ്പോഴുള്ള ആ സന്തോഷത്തിൻ്റെ തിളക്കമാണ്. അത്തരം ഒരുപാട് കുഞ്ഞു മക്കളെ ഇനിയും നമുക്ക് ചേർത്ത് പിടിക്കുവാൻ തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഇനിയും നാം കൂടുതൽ ബാധ്യതാ നിർവഹണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനെ ഒരു ജന്മം, നമ്മുടെ ഒരു ജന്മം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജന്മം മരിക്കുന്നതിന് മുമ്പ് ഈ സാമൂഹ്യ ജീവിതത്തിൽ സുന്ദരമായി അടയാളപ്പെടുത്തുക. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നത് സമൂഹത്തിന് മുമ്പിൽ അനുസ്മരിക്കപ്പെടുന്നത്, അയാൾ ജീവിച്ചത് ഇങ്ങനെ ആയിരുന്നു, അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗം മറ്റുള്ളവർക്കെല്ലാം പങ്കുവെക്കപ്പെട്ടവനായിരുന്നു എന്ന സ്വഭാവത്തിൽ ഒരു നന്മയുടെ വടവൃക്ഷമായി ജീവിച്ചു മരിച്ചു പോകാൻ നമുക്ക് കഴിയുക. അതിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.